കഴിഞ്ഞ വീഡിയോയിൽ ഡിസൈൻ പ്രിൻസിപ്പിൾസ് യു എക്സ് യു ഐയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ആദ്യം നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലും പറയാൻ പോകുന്നത് ഡിസൈൻ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ബാലൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റിനെ കുറിച്ചാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് നോക്കാം. എന്താണ് ബാലൻസ്? നിങ്ങളൊരു സ്ക്രീൻ ഡിസൈൻ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ഡിസൈൻ എലമെൻറ്റ്സ് എല്ലാം ഒരു സ്ക്രീനിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അത് കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന എക്സ്പ്രഷൻസ്? സോ ആ ഡിസൈൻ വളരെ മോശമായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലേ? ഇതിനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഡിസൈൻ ബാലൻസ് ചെയ്യുന്നു ഉറപ്പാക്കണം എന്ന് പറയുന്നത്. വിഷ്വൽ വെയ്റ്റ്, അതായത് വിഷ്വലായിട്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വലി ബാലൻസ് ചെയ്ത് ഡിസൈൻ ചെയ്യണമെന്ന് പറയുന്നത്. രണ്ട് തരത്തിലാണ് ബാലൻസ് ഉള്ളത്. ഒന്ന് സിമെട്രിക്കൽ ആയിട്ടുള്ള ബാലൻസും അസിമെട്രിക്കൽ ആയിട്ടുള്ള ബാലൻസും. ഡീറ്റെയിൽ ആയി അതിനെക്കുറിച്ച് നമുക്ക് അറിയാം. സിമെട്രിക്കൽ ബാലൻസ് ഒരു ലേഔട്ടിൻ്റെ രണ്ട് വശങ്ങളും ഒരുപോലെ തന്നെ ഇരിക്കുന്നത്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ തന്നെ എല്ലാ ഡിസൈൻ എലമെൻറ്റ്സുകളും പ്ലേസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് തന്നെയാണ് സിമെട്രിക്കൽ ബാലൻസ്ഡ് ആയിട്ടൊരു ഡിസൈൻ എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിൻ്റാണ് അസിമെട്രിക്കൽ ബാലൻസ്. രണ്ട് വശങ്ങളും വ്യത്യസ്തമായിരിക്കും, പക്ഷേ വെയിറ്റ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഉദാഹരണത്തിന് ഒരു വശത്ത് ചെറിയ ചിത്രം, റൈറ്റ് സൈഡിൽ വലിയ ബ്ലോക്കുകൾ, എല്ലാം ഡിസൈൻ എലമെൻറ്റ്സുകളെല്ലാം പ്ലേസിങ് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ എല്ലാം ബാലൻസ്ഡ് ആയിരിക്കും. ഇതിനെയാണ് അസിമെട്രിക്കൽ ബാലൻസ് എന്ന് പറയുന്നത്. വൈ ബാലൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്? ഒരു ഡിസൈൻ ബാലൻസ് അല്ലെങ്കിൽ ഡിസൈൻ അൺസ്റ്റേബിളായും അതുപോലെ തന്നെ യൂസേഴ്സിന് കൺഫ്യൂഷനായിട്ടായിട്ടും തോന്നും. സോ ബാലൻസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ ഒരു യൂസർക്ക് കണ്ടൻറ്റുകൾ പ്രോപ്പറായിട്ട് വായിക്കാനും നാവിഗേറ്റ് ചെയ്യാനും വളരെ എളുപ്പമാകും. ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ലുക്ക് ആ ആപ്ലിക്കേഷന് അല്ലെങ്കിൽ ഒരു മൊബൈലിനോ വെബിനോ ഏതിനാണെന്നുണ്ടെങ്കിലും നൽകുകയും ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബാലൻസാണ് ഒരു ഡിസൈൻ്റെ ലൈഫ് തരുന്നത്. സോ അടുത്ത ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ബാലൻസ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഒന്ന് അപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കൂ.